ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. മൈൻക്രാഫ്റ്റിന് നമ്മൾ തീർക്കുമെന്നും പറഞ്ഞ് ഉറപ്പ് വെച്ചേക്കുന്ന ഈ എപ്പിസോഡിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് അല്ല, ഈ സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. വായിന്നൊക്കെ പറഞ്ഞാൽ തെറ്റിയൊക്കെ പോകുന്നു, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, റെക്കോർഡ്. എന്തിനാ സൗണ്ട് കേട്ടെ? ആരത്? ഓ യോ, ആകാശത്തുനിന്ന് എയർ അറ്റാക്ക്. ഇപ്പൊ പണിയല്ലേ. ഒരു അമ്പോ വില്ലോ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കിടന്ന് ഉറങ്ങിയാ പോരെ ശരിയാവാൻ ഇത് പോവാൻ. അയ്യേ പറ്റിക്കേ. ഉറങ്ങാൻ സമ്മതിക്കടാ. ഉറങ്ങാൻ സമ്മതിക്കടാ. ഉറങ്ങ്. പാപ്പ തിന്നാൻ കൈകൊട്ട്, അമ്മയുടെ മോള് കൈകൊട്ട്. തൊലഞ്ഞ് തുടങ്ങിയപ്പോഴേ നാശങ്ങള് വന്ന്. മൈൻക്രാഫ്റ്റിന്റെ സുന്ദരമായ പീസ്ഫുള്ളായ മറ്റൊരു ദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഒരു മറ്റേ ട്രേഡർ വന്നായിരുന്നു. ഞാൻ അവനെ തല്ലിക്കൊന്ന് അവന്റെ 2 ലാമകളെ ഇവിടെ കെട്ടിയിട്ടു. സത്യം പറയാൻ ഇതുപോലെ കുണച്ചോണച്ചിരിക്കാൻ നമുക്കിപ്പോ സ്ഥലമില്ല, സമയമില്ല. ഇതിപ്പോ ആകെപ്പാടെ നാണക്കിട്. നമ്മൾ മാത്രമേ മൈൻക്രാഫ്റ്റിൽ ഈ എൻഡർ ഡ്രാഗനെ കൊല്ലാത്തുള്ളൂ. ഇത്രയും നാളായിട്ട് ചാനലും തുടങ്ങി, ഇത്രയും വ്യൂസും ഉണ്ട്. മൈൻക്രാഫ്റ്റിൽ ഇതുവരെ എൻഡർ ഡ്രാഗനെ കൊന്നിട്ടില്ലെന്ന്. കൊല്ലണം എൻഡർ ഡ്രാഗനെ. ഓക്കെ, എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം കുറച്ച് ഫുഡ് വേണം. ഫുഡില്ലാതെ കളി നടക്കത്തില്ല. ഈ പ്രാവശ്യം നമുക്ക് നോ കമ്മിറ്റ്മെന്റ്സ്. ഒരമ്മിണിക്കുട്ടിയില്ല, ഒരു കുട്ടിയില്ല. കൊല്ലു എവിടാന്ന് വെച്ചാൽ കൈ കിട്ടിയെന്ന് വെച്ചാൽ അടിച്ചു കൊല്ലും ഞാൻ. അമ്മിണിക്കുട്ടിയൊക്കെ ഇത്രക്ക് മറ്റേതായി ശുഷ്കാന്തിയോ? ആരായി പാത്തിരിക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ, ഈ എപ്പിസോഡിൽ എനിക്ക് ആരോടും ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റ്സും ഇല്ല. നോ കമ്മിറ്റ്മെന്റ്സ്, ഓൺലി എന്റർടൈൻമെന്റ്. അടിയറട്ടെ? മേലാൽ പറഞ്ഞേക്കാം. പറഞ്ഞോട്ട് ഈ ലാമ വിഷം തുപ്പുന്ന ജീവിയല്ലേ, ഇപ്പൊ പണി കൊടുക്കാം. മോൻ നല്ല മോനായിട്ട് ജീവിക്കണം കേട്ടോ. മോൻ കൊണ്ടുപോയി ഒന്നും ചെയ്യത്തില്ല, ചുറ്റിടും. 55 ബീഫ്. ഇനി എനിക്ക് വേറെ ഒന്നും വേണ്ട ജീവിക്കാൻ. ഞാൻ ഇത് എടുക്കാൻ വരാൻ നേരം ഇവിടെ കിലിങ്ങണം. സൗണ്ട് കേട്ടില്ല? ഇപ്പൊ കേട്ട്. അത് കൊള്ളാം. ഇതിന്റെ ഒന്നും ആവശ്യമില്ല, കാരണം നമ്മൾ ഇവിടെ ഒന്നും താമസിക്കാനൊന്നും പോകുന്നില്ല. നമുക്ക് ഇന്ന് തന്നെ ഒരു വില്ലേജ് തന്നെ കണ്ടുപിടിക്കണം. സീക്രട്ട് വില്ലേജ് കണ്ടുപിടിക്കണം. ആദ്യം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം. കയ്യിലൊരു സാധനവും ഇല്ലായിരുന്നു. നമ്മുടെ കയ്യിൽ കുറച്ച് ഡയമണ്ട് ഉണ്ട്. എന്തുണ്ടാക്കും നമ്മളുള്ള ഡയമണ്ടും കൊണ്ട്? ഓക്കെ, അപ്പൊ നമ്മളൊരു ഡയമണ്ടിന്റെ പിക്കാക്സും ഡയമണ്ടിന്റെ ഒരു ആക്സും ഉണ്ടാക്കിയിട്ടുണ്ട്. നിന്നെ ഒരു കാര്യം ചെയ്യ്, ജീവിക്ക്. നീ ധൈര്യമായിട്ട് പോയി ജീവിക്ക് കേട്ടോ. ബൈ. അല്ലെങ്കിൽ വേണ്ട, നമ്മൾ അങ്ങനെ ഒരാളെ വിട്ടിട്ട് പോകുന്നത് ശരിയല്ല. 24 hours later. നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് ഫുഡും ഉണ്ട്, ആവശ്യത്തിന് സാധനങ്ങളും ഉണ്ട്. എടാ, വില്ലേജോ? എന്റെ തൊട്ട് ഇത്ര അടുത്ത് വില്ലേജ് ഉണ്ടായിട്ട് ഭാഗ്യം, ഭയങ്കര വലിയൊരു ഭാഗ്യം തന്നെ എന്റെ. ഏതായാലും കൊള്ളാം, ഇത്ര അടുത്ത് വില്ലേജ് ഒക്കെ ഉണ്ട്. ഹായ്, എന്താ പറയുക തന്നെ. ഓ വില്ലേജർ, ഓയ് മച്ചാൻ, എന്ത് ചെയ്യുന്നു? ഹായ് അയൻകോളം. അയ്യോ, ഞാൻ അയൻകോളത്തിനെ ഇടിച്ചു. അയൻകോളത്തിനെ ഞാൻ അടിച്ചു. വാടൈ പണിയെന്ന് പറഞ്ഞാൽ പണിയും. എന്നെ ചുമ്മാ ഇതാക്കാതിരിക്കുന്നത് നിനക്ക് നല്ലത്. ഞാൻ ഇപ്പഴേ പറഞ്ഞേക്കാം. ഞാൻ നേരത്തെ അറിയാതെ തട്ടിയാന്ന് ഞാൻ പറഞ്ഞു. ഹായ് ബ്രോ. ഇവരാരും എന്താടാ ഒന്നും തരാത്തേ? ഇവരൊന്നും കയ്യിലൊന്നും ഇല്ല. ഞാൻ ഏതോ ഒരു ദരിദ്രവാസിയുടെ വില്ലേജിലോട്ടാന്ന് തോന്നി കയറി വന്നത്. ഇന്നത്തങ്ങ് ഒരു ഓപ്പും ഇല്ല. ഇവന്മാരൊന്നും കയ്യിലെന്താ ഒന്നും ഇല്ലാത്ത. അപ്പൊ ഞാനൊന്ന് കിടന്നുറങ്ങുവാ. ടാറ്റ. ഓ, ബ്രൂയിങ് സ്റ്റാൻഡ് ഒക്കെ ഉള്ള വില്ലേജാ. അതാരായി പോന്നെ? അണ്ണാണ് ഇവിടുത്തെ രാജാവ്. ബ്രൂയിങ് സ്റ്റാൻഡ്. അപ്പൊ അതെന്തുവായിരുന്നു? ഇത് ബ്രൂയിങ് സ്റ്റാൻഡ്. ഓഹോ, 2 ബ്രൂയിങ് സ്റ്റാൻഡ് ഉള്ള ആൾക്കാർ. ഞാൻ കണ്ട ആ ദുപ്പട്ടയൊക്കെ ഇട്ട ആളെന്ത് ചെയ്യും? ഓ നോ ക്രീപ്പർ, നോ കൊല്ലല്ലേ. വില്ലേജറെ വരില്ലേ? ഇയാൾ എങ്ങനെയായിരുന്നു? റോട്ടൺ ഫ്ലഷ് കൊടുത്തു കഴിഞ്ഞാൽ എമറാൾഡ് തരും അല്ലേ? എമറാൾഡ് കൊടുത്തു കഴിഞ്ഞാൽ 2 ഡസ്റ്റ് സ്റ്റോണും തരും. ഗുഡ്. കുതിരയെ കിട്ടിയിരിക്കുന്നു. കുതിരയ്ക്ക് ഇനി സാഡല് വലിച്ചിരുന്നു. സാഡൽ എവിടെ ആയിരുന്നു? എന്തിയേ? ഇതിലല്ല സാഡൽ ഇരുന്ന്. ഇതിനകത്താണോ? ഇനി മുതൽ ഞാൻ സവാരിക്ക് ഉപയോഗിക്കുന്ന വെറും ഒരു ഗോഡ മാത്രം. ആ ഗോഡ ഹോട്ടൽ ട്രിവാഗോ. നാലാപ്പിള് തന്നില്ലേ? ഇനിയെങ്കിലും സാഡല് കേറ്റ്. നീമോ നോ. ഇതാണ് ഞങ്ങളുടെ നീമോ. കാണിച്ചു തരാം. നീമോ കണ്ടോ? വന്നേക്കുവാ വയറെ കടിക്കാൻ. വയറെ കടിക്കാണ്ടല്ലോ. കടിക്കുവോ വയറെ? ഹായ്.
പിന്നെ സമയം രാത്രിയായി, നമുക്ക് സമയമില്ല. ഒന്ന് എണ്ണിക്കാവണ്ണ. അടുത്തതായി ഒബ്സീഡിയൻസ് ഉണ്ടാക്കുന്ന വിധം. ഒന്നും നടന്നില്ല. ഇപ്പഴാണ് എനിക്ക് മനസ്സിലായത്. ആദ്യം നമ്മളൊരു വുഡൻ പ്ലാങ്ക് പോലെ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് ഇങ്ങോട്ട് വെക്കണം. എന്നിട്ട് അങ്ങനല്ല വെക്കേണ്ടത്. എന്നിട്ട് അതിന്റെ അകത്തോട്ട് നമുക്ക് വെള്ളം ഒഴിക്കും. എന്താ ആവാത്തെ? പിന്നെയാണ് സുഹൃത്തുക്കളെ മനസ്സിലായത്, ഒഴുകാത്ത ലാവയിൽ മാത്രമേ അത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. എന്റെ ഡ്രാഗനെ കൊല്ലാൻ പോകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ വെറുതെ അങ്ങ് പോയാൽ പോരെ. നമുക്കൊരു എൻചാന്റിംഗ് ടേബിൾ ഒക്കെ വേണം. അവിടെ ഒരു എൻചാന്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. വെപ്പൻസ് എല്ലാം നമുക്ക് 4 ഒബ്സീഡിയൻസ് വേണം, 2 ഡയമണ്ട്സ് വേണം. 2 ഡയമണ്ട് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഒരു ബുക്ക് വേണം. ബുക്ക് വേണമെങ്കിൽ നമുക്ക് ആദ്യം ഷുഗർ കെയിൻ വേണം. ഇവിടുത്തെ നദീതീരങ്ങളിൽ എന്തായാലും ഒരു ഷുഗർ കെയിൻ കാണാതിരിക്കില്ല. ദേ എന്റെ മുൻപിൽ തന്നെ ഇവിടെ ഉണ്ട് ഷുഗർ കെയിൻ. ഇങ്ങനെ പേപ്പറും ലെതറും ഉണ്ടെങ്കിൽ നമുക്ക് ഇതുണ്ടാക്കാം. ഇതായിരുന്നു ശരിക്കും മറന്നുപോയതാ ബുക്ക്. നമ്മളിപ്പോ തന്നെ എന്റെ ഡ്രാഗനെ കൊല്ലാനായിട്ട് ഇറങ്ങും. ആദ്യം ഒന്ന് എൻചാന്റ് ചെയ്തോട്ട്. ലെതർ വേണം കൂടെ. ലെതർ വേണം. ഇനിയും ബുക്കുണ്ട്. ബുക്ക്. ഇനി എൻചാന്റിങ് ടേബിൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 2 ഒബ്സീഡിയൻ. അത് നമ്മുടെ കയ്യിലുണ്ട്. ഒബ്സീഡിയൻ ഉണ്ട്. ആയില്ലേ എൻചാന്റിങ് ടേബിള്? യെസ്, എൻചാന്റിങ് ടേബിൾ നമ്മൾ ഉണ്ടാക്കി. ഓ, ഇത് വെച്ച് എൻചാന്റ് ചെയ്യണം നമ്മളെ. ലാപ്പീസ് ഉണ്ടല്ലോ ഇതിനകത്ത്. എന്തെടുത്ത് വെക്കാൻ പറ്റും? ഇത് വെച്ചാ എന്റെ ലെവല് വെച്ചിട്ട് എനിക്ക് ഇത് അൺബ്രേക്കിംഗ് 1. ഓക്കെ, എഫിഷ്യൻസി കൂട്ടാം. യെസ്, ഒരു മിനിറ്റ് എനിക്ക് കാണണം. എന്റെ കോടാലി തിളങ്ങുന്നു. വാവൂ വാവൂ. എനിക്ക് ആരെങ്കിലും ഇപ്പൊ തന്നെ കൊല്ലണം. ഇപ്പൊ തന്നെ എനിക്ക് തല്ലിക്കൊന്ന് നോക്കണം. എന്താണ് പ്രത്യേകത? അയ്യോ, എല്ലാരോടും ഒരുമിച്ച് വരുന്നത് എന്തിനാ? അയ്യോ, ഇത് കൊറേ ഏറെ ആൾക്കാരാ. അതുകൊണ്ട് ഇതിന്റെ എഫിഷ്യൻസി എനിക്കൊന്ന് കാണാമല്ലോ. എന്താ ഒറ്റ അടിക്ക് ചാവാ? ഞാൻ എന്റെ മനസ്സ് നോവിച്ച്. ഓ, പിക്കാക്സ് അൺബ്രേക്കിംഗ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ എന്റെ ഡ്രാഗനെ അങ്ങ് പണിഞ്ഞാല്. എവിടുന്നാ വന്ന്? ഇതെന്താ? എവിടുന്ന് വന്ന്? എന്റെ കയ്യിൽ നിന്ന് കോടാനും താഴെ പോയി. പണിയാനാ കൊച്ചിനെ എനിക്ക് കിട്ടുന്നില്ല. സത്യം, എന്നെ ഒന്ന് രക്ഷിക്കണേ പ്ലീസ്. ഒരു കൊച്ചു കഴിവേറി എന്റെ പുറകെ കയറിയിട്ടുണ്ട്. അവന്റെയാണ് ഈ മാംസം കിടക്കുന്നത്. താങ്ക്സ്. സുഹൃത്തുക്കളെ, ഇപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മുടെ ക്യാമറ ഇപ്പൊ ചത്തുപോകും. ഇന്നത്തെ വീഡിയോ ചെറുതായെന്ന് എനിക്കറിയാം. പക്ഷേ നെക്സ്റ്റ് വീഡിയോ ചെറുതായിരിക്കത്തില്ല. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഏകദേശം എല്ലാം തീരുമാനമാക്കും. ചിലപ്പോൾ എന്റെ ഡ്രാഗനെ വേണ്ടി വന്ന കൊല്ലും. അപ്പൊ ഈ വീഡിയോ കണ്ട ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റ.